ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത കളി ഇനി എത്തിയിരിക്കുകയാണ്. ഇനി വെറും 2 ദിവസമേ ഉള്ളൂ. ഇന്ന് 12-ാം തീയതിയാണ്. 14-ാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മാച്ച്. വൈകിട്ട് 7:30ക്കാണ് കിക്ക് ഓഫ്. അപ്പോൾ മാച്ച് കഴിഞ്ഞിട്ട് തോറ്റു എന്ന് പറഞ്ഞ് വീഡിയോ ഇടാൻ എനിക്ക് സമയമില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ വീഡിയോ ഇട്ടങ്ങ് തീക്കുകയാണ് ഗൈസ്. അങ്ങനെ നിങ്ങൾ വിചാരിച്ച് നമ്മളെ വീഡിയോ കണ്ടാൽ മതി ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാമായ അഭിക് ചാറ്റർജിയും ബാക്കിയുള്ള എല്ലാവരും പറയുന്നത് റിലഗേഷനൊന്നും പോയില്ല, കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ജയിക്കും. പക്ഷേ ഏത് കളിയിൽ ജയിക്കും നമുക്ക് തന്നെ ഒരു പിടിയുമില്ല. ഒരു കളിയും ഇനി ജയിക്കാനായിട്ടുമില്ല. എനിക്ക് ആദ്യത്തെ 2 കളി ഇന്റർ കാശ് എഫ്.സി മാച്ച് വരെയൊക്കെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എല്ലാ പ്രതീക്ഷയും പോയി. എന്തായാലും ഇനിയുള്ള എല്ലാം തോക്കും. ഈസ്റ്റ് ബംഗാളിനോട് ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സി. അപ്പോൾ എന്തായാലും നമുക്കിനി കണ്ട് തന്നെ അറിയാം. എത്ര ചേഞ്ച് വരുത്തിയാലും ബ്ലാസ്റ്റേഴ്സ് ജയിക്കാൻ ഒരു ചാൻസും ഇല്ല. ജയിക്കണമെങ്കിൽ തന്നെ വലിയൊരു എന്തെങ്കിലും മാജിക് സംഭവിക്കണം, എങ്കിലേ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുള്ളൂ. ഈസ്റ്റ് ബംഗാളിൻ്റെ കൂടെ ഡ്രോ പോലും പിടിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് കഴിയില്ല. അത്രയും കിട്ടുന്ന പ്ലേയേഴ്സാണ് ഈസ്റ്റ് ബംഗാൾ എഫ്.സിയിൽ കളിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലാണെങ്കിൽ പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷേ ഉപയോഗിക്കാൻ അറിയില്ല. അപ്പോൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ഇവാൻ ബൂക്കോമനോവിച്ചിനെ തിരിച്ചു കൊണ്ടുവരണം. കേസ് ഒരു ഫോൺ കോൾ മതി, അപ്പം തന്നെ വരും ഇവാൻ ബൂക്കോമനോവിച്ച്, അതിൽ ഒരു സംശയമില്ല. പക്ഷേ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഒരു പറയുകയും ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഭാവിയൊക്കെ കണ്ടതിന് അറിയാം. എന്തായാലും നമുക്ക് മാച്ചിനെ പറ്റി സംസാരിക്കാം. എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാം, മാച്ച് ജയിക്കാനുള്ള കാര്യങ്ങൾ. പക്ഷേ പറഞ്ഞിട്ട് ഒരു ഉപയോഗമില്ല. എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനായി ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഗൈസ് ഡിഫൻസ് മോഡിലാണ് ഇപ്പോഴും നമ്മുടെ കോച്ച് കളിപ്പിക്കുന്നത്, ഡേവിഡ് കറ്റാല കളിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു മാറ്റി ഫുൾ അറ്റാക്ക് മോഡിലോട് ആക്കണം എന്നാണ് എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത്. അതിനുവേണ്ടി പറ്റുന്നത്രയും നല്ല പ്ലേയേഴ്സിനെ തന്നെ ഫസ്റ്റ് നിങ്ങൾ ഇറക്കണം. എനിക്ക് ഒരു യോജിപ്പും ഇല്ലാത്ത ഒരു പ്ലെയർ ഡാനിഷ് ഫറൂഖാണ്. ഒരിക്കലും ഇറക്കല്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. കുറേ ഫൗളും ചെയ്ത് പെനാൽറ്റിയൊക്കെ എടുത്ത് കൊടുക്കാൻ സിമ്പിളാണ്. അവർ പെനാൽറ്റി ഇല്ലാതെ തന്നെ ഗോൾ അടിച്ച് കൂട്ടും. അതിൻ്റെ കൂടെ നമ്മൾ പെനാൽറ്റിയും കൂടെ കൊടുക്കുമ്പോൾ ഇഷ്ടം പോലെ ഗോൾ മഴയായിരിക്കും ഈസ്റ്റ് ബംഗാളിന്. അതുകൊണ്ട് തന്നെ ഡാനിഷ് ഫറൂഖിനെ എന്ത് വന്നാലും ഇറക്കരുത്. പിന്നെ നമ്മുടെ ജയ് കിറ്റോങ്കോ ഉറപ്പായും കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സ്ട്രൈക്കറായിട്ട് നമ്മുടെ മിസ്റ്റർ ബർത്താമിയോയ്ക്ക് പകരം സ്ട്രൈക്കറായിട്ട് ജയ് കിറ്റോങ്കോ ഇറക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമുക്ക് സന്ദീപിനെ ഇറക്കിയാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ നവോച്ച ഫൗള് എടുക്കാൻ മിടുക്കനാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നവോച്ചയും ഇറക്കല്ല് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ പുതിയതായിട്ട് വന്ന ഉമർ ബായ്ക്ക് പകരം വന്ന നമ്മുടെ ഡിഫൻസിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ഇറക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏകദേശം ഒരു ആഴ്ചത്തോളം കിട്ടി പ്രാക്ടീസിനും ബാക്കി ടീമിൻ്റെ കൂടെയൊക്കെ സെറ്റ് ആവാൻ. അപ്പോൾ അദ്ദേഹത്തിനെ ഉറപ്പായിട്ടും കളിയിൽ ഇറക്കും എന്നാണ് പ്രതീക്ഷ. പിന്നെ ഈസ്റ്റ് ബംഗാൾ ഡിഫൻസ് നോക്കുകയാണെങ്കിൽ കട്ട ഡിഫൻസാണ് അവിടെ ടീമിലുള്ളത്. കിഡിലൻ ഡിഫൻസാണ്, അത്യാവശ്യം ഭയങ്കര പവറാണ് ഡിഫൻസിന്. നമുക്ക് ഒരു അറ്റാക്കെങ്കിലും നടത്താൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അവരൊരു 10 അറ്റാക്ക്, 20 അറ്റാക്ക്, 30 അറ്റാക്കെങ്കിലും നടത്തും. അപ്പോൾ അവർക്ക് ഗോൾ ചാൻസും വളരെ കൂടുതൽ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ അത്രയും കിട്ടുന്ന ഡിഫൻസ് ഒന്നും ഇല്ല. അവർ അടുത്ത് പോലും ഇട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ്. അപ്പോൾ ഇനി വരുന്നതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് തോക്കും, ആ കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച് കളിയൊന്നും കണ്ട ഒരു ആവശ്യമില്ല. അത് 100% ഉറപ്പിൽ പറയുകയാണ്. എന്നാലും നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി, ആ ഒരു മഞ്ഞ കുപ്പായമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓട്ടവും ചാട്ടവും ഉള്ള സംഭവങ്ങളെല്ലാം നമുക്ക് കാണാം. എന്തായാലും വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ നമ്മൾ പറഞ്ഞിട്ട് ഒന്നും പോകാനൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇവാൻ ബുക്കോമനോവിച്ചിനെ പറ്റി നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓണറായിട്ടുള്ള അണ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ചുമ്മാ ഇപ്പോൾ ഇവരെ തലയിൽ കൊണ്ടു നടക്കുന്ന കുറേ കുറ്റങ്ങളെല്ലാം കൂടെ ഇവാൻ ബുക്കോമനോവിച്ചിൻ്റെ തലയിൽ വെച്ചു കൊടുക്കാൻ നോക്കുന്ന ഒരു തന്ത്രം മാത്രമാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ റെസ്പോണ്ട് ചെയ്യാനൊന്നും പോകുന്നില്ല, അതിന് വീഡിയോ ഇടാനൊന്നും പോകുന്നില്ല. അതൊക്കെ വെറും യൂസ്ലെസ് കാര്യങ്ങളാണ്. പക്ഷേ ഇവാൻ ബുക്കോമനോവിച്ച് തിരിച്ചു വന്നാൽ ഞാൻ ഒരു 10 വീഡിയോ അതിനെപ്പറ്റി, അതിലൊരു സംശയമില്ല. പക്ഷേ വരുത്തണം ഗൈസ്. ഒരു ഫോൺ കോളുകൾ മതി ഗൈസ്, അദ്ദേഹത്തിന് ഒരു വിളി മതി, അദ്ദേഹം ഓടിയെത്തും കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ. നമ്മുടെ മഞ്ഞപ്പടയെ തിരിച്ചു കൊണ്ടുവരാൻ, നമ്മുടെ മഞ്ഞപ്പടയെ ഉണർത്താൻ, കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ ഉറപ്പായിട്ട് ഇവാൻ ബുക്കോമനോവിച്ച് തിരിച്ചെത്തും. അപ്പോൾ എന്തായാലും വീഡിയോയുടെ വെച്ച് അതിൻ്റെ പേയാണ്. അപ്പോൾ നിങ്ങളെ കമൻസും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേര് സൈനിങ് ഓഫ്.